പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ നടക്കുന്ന കവിതയുടെ കാർണിവലിന്റെ രണ്ടാം നാളിൽ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടന്നു. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ധനസഹായത്തോടെ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലെ മലയാള വിഭാഗമാണ് കവിതയുടെ കാർണിവലിന്റെ 9ാം പതിപ്പ് സംഘടിപ്പിക്കുന്നത്. 3 ദിവസങ്ങളിലായി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലാണ് കവിതയുടെ കാർണിവൽ പുരോഗമിക്കുന്നത്. മേളയുടെ 2ാം ദിനത്തിൽ നിരവധി കവികളും എഴുത്തുകാരും പങ്കെടുത്തു. 6 വേദികളിലായി വിവിധ പരിപാടികളാണ് 2ാം ദിനത്തിൽ ഒരുക്കിയിരുന്നത്. രാവിലെ വിവിധ വിഷയങ്ങളിൽ പ്രഭാഷണം നടന്നു. ഭൂപടം എന്ന കവിത എന്ന വിഷയത്തിൽ CS മീനാക്ഷി പ്രഭാഷണം നടത്തി. അതിർത്തി മലയോര ഭൂമിയിലെ സാമൂഹ്യ സംഘർഷങ്ങളും സ്വത്ത് പ്രതിസന്ധികളും എന്ന വിഷയത്തിൽ പ്രഭാകരൻ K മൂന്നൂർ, K സേതുമാധവൻ IPS എന്നിവർ പ്രഭാഷണം നടത്തി. തുറമുഖങ്ങളുടെ ഭൂതല വിതരണത്തെ പറ്റിയുള്ള ചില ആലോചനകൾ എന്ന വിഷയത്തിൽ അഭിലാഷ് മലയിൽ പ്രഭാഷണം നടത്തി. മലയാള കവിതയിലെ ഭൂപട നിർമ്മിതികൾ എന്ന വിഷയത്തിലുള്ള അന്താരാഷ്ട്ര സെമിനാർ, കലയുടെ എതിർ ഭൂപടങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം, കവിതാവതരണം എന്നിവയും 2ാം ദിനത്തിൽ നടന്നു. 1953 സെൻസസ് പരിശോധിച്ചാൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1951 സമയത്ത് ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ പ്രദേശം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ നഗരം എന്ന് പറയുന്നത് മൂന്നാറാണ്. അന്ന് തന്നെ 5000-ൽ കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. 2ാമതെടുത്ത് നോക്കിയാൽ തൊടുപുഴ നഗരവും തൊടുപുഴ ഗ്രാമീണ പ്രദേശം ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ഈ പറയുന്ന നഗരങ്ങളൊന്നും തന്നെ ഇല്ല. 1901-ൽ എൻ്റെ അടുത്ത് നോക്കിയാൽ ഇടുക്കി ജില്ലയിലെ 23% ജനങ്ങളും അധിവസിച്ച് മൂന്നാർ പ്രദേശത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് 61,000 പേര് 1951 ഉണ്ടായിരുന്ന ജനങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് 2010 സെൻസസ് നോക്കിയാൽ വെറും 21,000 പേര് മാത്രമേ ഉള്ളൂ. അതിന്റെ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 606 സ്ക്വയർ കിലോമീറ്ററിന് ആദ്യമായി അവിടുത്തെ 92 എസ്റ്റേറ്റുകൾ, ഊരുകളെന്ന് പറയും, ഞങ്ങളുടെ ഊരുകൾ 92 എസ്റ്റേറ്റുകൾ ഡിവിഷനുകൾ ഉണ്ടാക്കി. ആ 92 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനിലും 500 തൊഴിലാളികൾ ഉണ്ടാകും.